ഇന്ന് നമ്മൾ സ്റ്റഡി ടിപ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്സിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് അഥവാ സെക്കൻഡ് ടേം എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിലെ ആൻസേഴ്സുമാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആക്ടിവിറ്റി 1 സർക്കിൾ ബ്യൂട്ടി. Question A. Rahim, Daisy and Anushri drew some circles. The radius and diameters are given in the table. Complete it. സർക്കിളിൻ്റെ റേഡിയസും ഡയമീറ്റർ എന്താണ്? ഇതാണ് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ പാർട്ടിലേക്കുള്ളതാണ് അതിൻ്റെ റേഡിയസ്. അതിൻ്റെ മൊത്തത്തിൻ്റെ ഇരട്ടിയായിരിക്കും. ഇവിടുന്ന് ഇവിടെ വരെ ഉള്ളത് ആണ് എന്ത്? ഡയമീറ്റർ. മൊത്ത അളവാണ് ഡയമീറ്റർ. ഇതാണ് റേഡിയസ് അല്ലേ, പകുതിയിൽ നിന്നും സർക്കിളിലേക്കുള്ളത്. സ്റ്റുഡൻസിൻ്റെ നെയിം ഉണ്ട്. അപ്പോൾ റഹീമിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് 2 സെൻറ്റിമീറ്റർ ആണ്. ഡയമീറ്റർ അതിൻ്റെ ഇരട്ടിയില്ലേ, 2ൻ്റെ ഇരട്ടി അല്ലെ, 2 × 2 4 സെൻറ്റിമീറ്റർ ആണ്. ഡൈസിയുടെ റേഡിയസ് 3 ആണെങ്കിൽ 3ൻ്റെ ഇരട്ടിയില്ലേ, 3 × 2 6 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ വരിക. അനുശ്രീൻ്റെ ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്റർ മൊത്തം 10 ആണ്. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും റേഡിയസ് അല്ലേ. റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഡയമീറ്ററിൻ്റെ പകുതി ആയിരിക്കും റേഡിയസ്. അപ്പോൾ 10ൻ്റെ പകുതി 5 സെൻറ്റിമീറ്റർ. ബി ഡ്രോ 3 സർക്കിൾസ് വിത്ത് സെയിം സെൻറ്റർ യൂസിങ് ദി എബോവ് മെഷർമെൻറ്റ്സ്. ഈ മെഷർമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് സർക്കിൾസ് വരക്കാനാണ് പറഞ്ഞത്, വൃത്തങ്ങൾ വരക്കാനാണ് പറഞ്ഞത്. അപ്പോൾ സെൻറ്റർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം, വേറെ വേറെ വരക്കരുത്. അപ്പോൾ 3 സർക്കിൾസ് വിത്ത് സെയിം സെൻറ്റർ. അപ്പോൾ സെയിം സെൻറ്റർ ആയിരിക്കണം, അതായത് നടുഭാഗം സെയിം ആയിരിക്കണം. റേഡിയസ് 2 ഉള്ളത് വരക്കുകയാണെങ്കിൽ റേഡിയസ് 2 മെഷർ ചെയ്തിട്ട് 2ൽ വരക്കുക. അടുത്തത് എത്ര? റേഡിയസ് 3 സെൻറ്റിമീറ്റർ ആക്കി അടുത്തത് വരക്കുക. റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് കോമ്പസിൽ അളന്നിട്ട് അടുത്തത് വരക്കുക. ഇതിൻ്റെ എല്ലാം സെൻറ്റർ എന്താണ്? ഇതാണ് അല്ലേ, സെയിം ആണ്. സെൻറ്റർ സെയിം ആക്കി എടുത്തിട്ട് അടുത്തത് ഇങ്ങനെ റൗണ്ടിൽ വരക്കുക. ആക്ടിവിറ്റി 2 ജോബ് ആൻഡ് വേജസ്. ദർ ആർ 24 വർക്കേഴ്സ് ഇൻ എ ഫാം. ഫാമിൽ 24 ജോലിക്കാർ വർക്കേഴ്സ് ഉണ്ട്. 12 ഓഫ് ദം വർക്ക് ഇൻ എ ഡേ ടൈം ആൻഡ് 12 വർക്ക് അറ്റ് നൈറ്റ് അല്ലേ. 12 ആളുകൾ ഡേ ടൈം രാവിലെയും 12 ആളുകൾ രാത്രിയുമാണ് ജോലി ചെയ്യുന്നത്. ദോസ് ഹൂ വർക്ക് ഇൻ ഡേ ടൈം വിൽ ഗെറ്റ് Rs 600 പെർ ഡേ. ടൈമിൽ പകൽ ജോലി ചെയ്യുന്നവർക്ക് 600 ആണ് ഓരോ ദിവസം പെർ ഡേ അല്ലെ. ഓരോ ദിവസം 600 രൂപയാണ് കിട്ടുന്നത്. ദോസ് ഹൂ വർക്ക് അറ്റ് നൈറ്റ് ഗെറ്റ് മോർ വേജസ് അല്ലെ. രാത്രി വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ വേജസ്, കൂടുതൽ ശമ്പളം കിട്ടുന്നുണ്ട്. വാട്ട് ഈസ് ദി ടോട്ടൽ വേജ് ഓഫ് എ വർക്കർ ഹൂ വർക്ക് ഡ്യൂറിങ് ഡേ ടൈം ഫോർ 7 days? അപ്പോൾ ഡേ ടൈമിൽ വർക്ക് ചെയ്ത ഒരു വർക്കറിൻ്റെ ടോട്ടൽ വേജ് ആണ് ചോദിച്ചത്. 7 ദിവസത്തേക്കിനാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ വേജ് എത്രയാണ്? 600 പെർ ഡേ അല്ലേ. അപ്പോൾ 7 ദിവസത്തിന് അല്ലേ 7 × 600 അല്ലേ. 600 7 പ്രാവശ്യം കൂട്ടിയാലും മതി. ഇപ്പോൾ 600 × 7 എത്രയാണ് അല്ലേ? 0 ഉള്ളതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഈസി ട്രിക്ക് ഉണ്ട് അല്ലേ. 0 ഉള്ള നമ്പേഴ്സ് ഉള്ളതാണെങ്കിൽ നമ്മൾ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എത്ര 0 ഉണ്ടോ അത് ഇട്ട് കൊടുക്കുക. അതായത് 6 എത്രയാണ്? 6 36, 7 42. 42 എത്ര 0 ഉണ്ട്? 2 0. അപ്പോൾ 2 0 ഇട്ട് കൊടുക്കുക. ഇത് എത്രയാണ്? 4200, 4200 എന്ന ആൻസർ കിട്ടും. Then B question, the total wage of one worker who works during night for 7 days is Rs 5950. What is the wage of a worker per day? അപ്പോൾ ഒരു 7 ദിവസം നൈറ്റിൽ വർക്ക് ചെയ്യുന്ന നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറിൻ്റെ വേജ് അല്ലേ, ശമ്പളം എത്രയാണ്? 5950 ആണ് അല്ലേ. ടോട്ടൽ തന്നിട്ടുണ്ട്. അതിൽ ആ വർക്കറിന് ഒരു ദിവസം കിട്ടുന്ന വേജ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ദിവസം കിട്ടുന്നത് കാണാൻ നമ്മൾ ടോട്ടൽ ബൈ എത്ര ദിവസത്തേതാണെന്നുള്ളത് ബൈ ചെയ്യാണ് ചെയ്യുക അല്ലേ. എത്ര കേക്ക് ഉണ്ട് അല്ലേ, കേക്ക് ഇത്ര കേക്കിനെയാണ് നമ്മൾ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. എത്ര കേക്ക് ഉണ്ട് ബൈ എത്ര ആളുകൾക്കാണ് വീതിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ താഴെ എഴുതും. അങ്ങനെയല്ലേ ഇതിൽ. അപ്പോൾ ഇത്രയും പൈസ ശമ്പളം ഉണ്ട്. അപ്പോൾ 7 ദിവസത്തേക്കാണ് 7 ദിവസമാണ്. അപ്പോൾ 7 ആയിട്ടാണ് ഭാഗിക്കേണ്ടത്. അപ്പോൾ ഈ സംഖ്യയെ ബൈ 7 എന്ന് എഴുതുക അല്ലേ. ഒരാൾക്കുള്ളത് കിട്ടാനാണ് അല്ലേ. ഒരാൾക്ക് എത്ര കഷ്ണം, എത്ര പീസ് കേക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നത് പോലെ ഒരു ദിവസം എത്ര ശമ്പളം കിട്ടും. അപ്പോൾ ടോട്ടൽ ശമ്പളം അല്ലേ, അത് ഡിവൈഡഡ് ബൈ 5950 ഡിവൈഡഡ് ബൈ 7 അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 850 എന്ന് കിട്ടും, 850 എന്ന ആൻസർ കിട്ടും. അപ്പോൾ കാൽക്കുലേറ്റ് ദി വേജ് ഓഫ് ആൾ വർക്കേഴ്സ് ഇൻ എ വീക്ക്. ഒരു ആഴ്ചത്തേക്ക്, ഒരു വീക്കിലേക്ക്, അതായത് 7 ഡേയ്സിന് എല്ലാവർക്കും കിട്ടുന്ന വേജസ് ആണ്, ശമ്പളമാണ് ചോദിച്ചത്. അപ്പോൾ ഡേ ടൈമിൽ കിട്ടുന്ന ആൾക്കാരുടെ ഇത് ആഡ് ചെയ്യണം, നൈറ്റ് ടൈമിൽ കിട്ടുന്നത് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വേജസ് കിട്ടി അല്ലേ. ഒരാഴ്ചത്തേക്കുള്ളതാണ്. ഒരാഴ്ചത്തേക്ക് അറിയുമ്പോൾ ഒരു ദിവസത്തേക്കുള്ളത് എത്രയാണ്? 600 ആണ്. എത്ര? 12 ആളുകൾക്കാണ്. അപ്പോൾ 12 × 600 × എത്രയാണ്? 7 അല്ലേ. 7 അല്ലേ. 1 വീക്കാണ്, 7 ഡേയ്സ് ആണ്. ഈക്വൽ ടു 50,400, 50400 എന്ന ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നൈറ്റ് ടൈമിൽ നമുക്ക് ബീൻ്റെ ആൻസർ അല്ലേ, ഒരാൾക്ക് ഒരു ദിവസം കിട്ടുന്നത് എത്രയാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ബീൻ്റെ ആൻസർ എന്തായിരുന്നു? 850 ആണ്. 850 × 12 × 7 അല്ലേ. 7 ഡേയ്സ് ആണ്, 12 ആളുകളാണ് അല്ലേ. 12 ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 850 ആണ് ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ 12 ആളുകൾക്ക് എത്രയാണ്? 12 × 850. ഇനി എത്ര ദിവസത്തേക്കാണ്? 7 അല്ലേ. 1 വീക്കിനാണ്, അതായത് 7 ഡേയ്സിനാണ്. അപ്പോൾ 12 × 850 × 7 ഈക്വൽ ടു 71,400 എന്ന ആൻസർ വരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ടോട്ടൽ കിട്ടാൻ ഈ 2 ആൻസറും ആഡ് ചെയ്യാം അല്ലേ. നമുക്ക് ഡേ ടൈമിൽ കിട്ടിയ 5400 പ്ലസ് നൈറ്റ് ടൈമിൽ കിട്ടിയ 71,400, അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ ആയിട്ടുള്ള ആൻസർ കിട്ടും. ആക്ടിവിറ്റി 3 ലെറ്റ്സ് ഡിവൈഡ് ആൻഡ് റൈറ്റ്. ലുക്ക് അറ്റ് ദി പിക്ചർ.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി ഫ്രാക്ഷൻ ഓഫ് ദി ഷെയ്ഡഡ് പാർട്ട് ഇൻ ഈച്ച് പിക്ചർ. ഓരോ പിക്ചറിൽ ഷെയ്ഡഡ് പാർട്ട് എത്ര ഫ്രാക്ഷൻ ഫോമിൽ ഭിന്ന രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റത്തെ പോർഷൻ എന്താണ്? ആകെ രണ്ട് ഭാഗം ഉണ്ട്, അതിൽ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പോൾ 1/2 എന്ന് എഴുതാം അല്ലേ. രണ്ടിൽ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. രണ്ട് പാർട്സ് ഉണ്ട്, അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര ടോട്ടൽ ഇല്ലേ? ടോട്ടൽ പാർട്സ് താഴെ എഴുതുക, എത്ര പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് അത് മുകളിൽ എഴുതുക. അപ്പോൾ ഇവിടെ 4 പാർട്സ് ഉണ്ട്, ആ 4 3 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 3 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര പാർട്സ് ഉണ്ട്? പിന്നെ നോക്കൂ, ഇവിടെ 8 പാർട്സ് ഉണ്ട്, ഇവിടെയും 4 അല്ലേ. ആ 8 പാർട്സിൽ എത്ര ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്ര പാർട്സ് ഉണ്ട്? 12 പാർട്സ് ഉണ്ട്, ഇവിടെ 6 ഇവിടെ 6. അപ്പോൾ 12 പാർട്സിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തത്? 1 2 3 4 അല്ലേ. 4 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12ൽ 4 ഭാഗം ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതുന്നത്. 4/8 നമുക്ക് 1/2 എന്ന് എഴുതാം. 4/12 1/3 എന്നും കൂടി നമുക്ക് എഴുതാം. ഇതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ, എമോങ് ദീസ് വിച്ച് ആർ ദി ഈക്വൽ ഫ്രാക്ഷൻസ്. ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ്? 1ഉം 3ഉം ഈക്വൽ ഫ്രാക്ഷൻസ് ആണ്, രണ്ടും 1/2 ആണ് അല്ലേ. രണ്ടിൽ ഒരു ഭാഗം അല്ലേ. 4/8 നമുക്ക് 1/2 എന്നും കൂടി എഴുതല്ലേ. രണ്ട് ഭാഗമാക്കിയാൽ അതിൽ ഒരു ഭാഗമാണ്, പകുതിയാണ് ഷെയ്ഡ് ചെയ്തത്. റൈറ്റ് ആൻ ഈക്വൽ ഫ്രാക്ഷൻ ഫോർ ദി ഫോളോവിങ്. ഇതിന് ഈക്വൽ ആയിട്ട് വേറൊരു ഫ്രാക്ഷൻ കൂടി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ 3/4 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെ, ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 3 2 6 4 2 എത്രയാണ്? 8 അല്ലെ. 6/8 എന്നും കൂടി എഴുതാം അല്ലെ. 4/12 4ന്റെ പകുതി 2, 12ന്റെ പകുതി എത്രയാണ്? 6 അല്ലെ. ഇതിന്റെ പകുതി ആയിട്ട് അല്ലെങ്കിൽ ഇരട്ടിയാക്കിയിട്ടോ നമുക്ക് ഇതിന് എഴുതിയാൽ ഇതേ ഫ്രാക്ഷൻ തന്നെയാണ്, ഇതിന് സെയിം ആണ്. ആക്ടിവിറ്റി ഫോർ ബാനർ മേക്കിംഗ്. എ ബാനർ വാസ് പ്രിപ്പയർഡ് ഫോർ ദി ആന്റി ഡ്രഗ് റാലി വിത്ത് ലെങ്ത് 2 meters and width 50 centimeters. Question A, write the length of the banner in centimeters. ഇപ്പോൾ ലെങ്ത്ത്, ബാനറിന്റെ ലെങ്ത് എന്താണ്? സെന്റിമീറ്ററിൽ എഴുതാനാണ് പറഞ്ഞത്. ഒരു ബാനർ ആന്റി ഡ്രഗ് റാലിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് എന്താണ്? ഇവിടെ 2 meters ആണ് തന്നത്. മീറ്ററിനെ സെന്റിമീറ്ററിലാക്കുമ്പോൾ അല്ലേ ലെങ്ത് എന്തായാലും 200 centimeter എന്ന് പറയും അല്ലേ. 1 meter എന്ന് പറഞ്ഞാൽ 100 centimeter ആണ് അല്ലേ. 100 centimeter ആകുമ്പോഴാണ് 1 meter ആവുന്നത്. അപ്പോൾ 2 meter എന്ന് പറഞ്ഞാൽ 200 അല്ലേ. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ into 100 ചെയ്യുക, അതായത് 2 × 100 200. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ബാനർ ഇൻ സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. ബാനറിന്റെ ഏരിയ ആണ് ചോദിച്ചത്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാണ്? 200 centimeter അല്ലേ. സ്ക്വയർ സെന്റിമീറ്ററിലാണ് ചോദിച്ചത്. ഇത് മീറ്ററിലും ഇത് സെന്റിമീറ്ററിലുമാണ് തന്നത്. അപ്പോൾ നമ്മൾ സെന്റിമീറ്ററിലുള്ള തന്നെ രണ്ടും എടുക്കുക. അപ്പോൾ ഇതെന്താണ്? 200 അല്ലേ. 2 meter എന്നാൽ 200 ഇൻറ്റു അല്ലേ ബ്രെഡ്ത്ത് എത്രയാണ്? 50. അപ്പോൾ 200 × 50 1000 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വരും. സി ക്വസ്റ്റ്യൻ, ഇഫ് ഇറ്റ്സ് വിഡ്ത്ത് ഈസ് ഡബിൾഡ് വാട്ട് വുഡ് ബി ദി ഏരിയ ഇൻ സ്ക്വയർ സെന്റിമീറ്റർ. അപ്പോൾ വിഡ്ത്ത് ഡബിൾ ആക്കുമ്പോൾ, ഇരട്ടിക്കുമ്പോൾ ഏരിയ എന്താണ്? ലെങ്ത് എന്താണ്? സെയിം ആണ്, 200 ആണ്. വിഡ്ത്ത് ഡബിൾ ആക്കുക എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഇപ്പോൾ എത്രയാണ്? 50 ആണ്. ഇതിന്റെ ഡബിൾ എത്രയാണ്? 100 അല്ലേ. 50ന്റെ ഡബിൾ എത്രയാണ്? 100. അപ്പോൾ 200 × 100 200 × 100 എത്ര വരും? 20,000 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വരും. വിഡ്ത്ത് ഡബിൾ ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ. ലെങ്ത് എന്താണ്? സെയിം ആണ്. ഇഫ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡബിൾഡ് ഹൗ മെനി ടൈംസ് ദി ഏരിയ വിൽ ബി. ഒരു റെക്ടാംഗിളിന്റെ വിഡ്ത്തും ലെങ്ത്തും ഡബിൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഏരിയ എത്ര ടൈംസ്, എത്ര ഇരട്ടിക്കും അല്ലെ. ലെങ്ത്തും ബ്രെഡ്ത്തും ഡബിൾ ചെയ്യുമ്പോൾ അതിന്റെ ഏരിയ എന്തായിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലെ. രണ്ടും ഡബിൾ ആയി, അപ്പോൾ അതിന്റെ 4 ടൈംസ് ആയിരിക്കും അതിന്റെ ഏരിയ. ഫോർ എക്സാമ്പിൾ, ഇത് റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും 1 1 ആണെങ്കിൽ ഇത് ഡബിൾ ചെയ്യുമ്പോൾ 2 2 ആയി അല്ലെ. അപ്പോൾ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. 2 × 2 എന്താണ്? 4 ആയി അല്ലേ. അപ്പോൾ ഈ ഏരിയന്റെ 4 മടങ്ങല്ലാവുന്നത് 4 ടൈംസ് ആണ് ആവുന്നത്. ആക്ടിവിറ്റി 5, ലെറ്റ്സ് ഡിവൈഡ് ദി സർക്കിൾ. ലുക്ക് അറ്റ് ദി പിക്ചർ. ക്വസ്റ്റ്യൻ എ, ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 5 centimeter. ഇപ്പോൾ റേഡിയസ് 5 അല്ലേ. സ്കെയിലിൽ 5 എടുക്കല്ലേ, കോമ്പസിൽ 5 എടുത്തിട്ട് ഒരു സർക്കിൾ വരക്കാനാണ് പറഞ്ഞത്. യൂസിങ് എ സെറ്റ് സ്ക്വയർ ഡിവൈഡ് ദി സർക്കിൾ ഇൻറ്റു 6 ഈക്വൽ പാർട്സ്. 6 ഭാഗങ്ങളാണ് ആക്കേണ്ടത് ഒരു സെറ്റ് സ്ക്വയർ അല്ലേ. ഇതേപോലത്തെ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ഭാഗമാക്കിയിട്ടുണ്ട്. ഇതേപോലെ 6 ഭാഗം, ഇങ്ങോട്ടും 3 ആക്കാം അല്ലെ, ഇങ്ങോട്ടും 3 ആക്കാം. അങ്ങനെ 6 ഭാഗങ്ങളാക്കിയിട്ട് വരക്കുക. ജോയിൻ ദി 6 adjacent points മാർക്ക്ഡ് ഓൺ ദി സർക്കിൾ ആൻഡ് നെയിം ദി ഫിഗർ യു ഗോട്ട്. അഡ്ജസെന്റ് പോയിന്റ്സിലെ മാർക്ക് ചെയ്ത 6 പോയിന്റ്സ് ഇങ്ങനെ വരും അല്ലേ. ഇത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക അല്ലേ. ഇവിടെ ഒരു പോയിന്റ് വരും, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഫിഗർ ഏതാണ് കിട്ടില്ല? 6 വശങ്ങളുള്ള 1 2 3 4 5 6 6 വശങ്ങളിൽ 6 സൈഡ്സിലുള്ള ഒരു രൂപം കിട്ടും. അതിനെന്താണ് പറയുക? 6 സൈഡ്സിൽ ഹെക്സഗൺ. 5 സൈഡ് ആണെങ്കിൽ പെൻറ്റഗൺ, 6 സൈഡ് ആണെങ്കിൽ ഹെക്സഗൺ. ഹെക്സാ മീൻസ് 6. ആക്ടിവിറ്റി 6, ഗാർഡൻ മേക്കിംഗ്. എ റെക്ടാംഗുലർ പ്ലോട്ട് ഓഫ് ലെങ്ത് 21 meters ആൻഡ് വിഡ്ത്ത് 12 meters. ഇപ്പോൾ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. ഈ സെലക്ടഡ് ടു കൾട്ടിവേറ്റ് ചെണ്ടുമല്ലി, റോസ് ആൻഡ് ജമന്തി ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ചെണ്ടുമല്ലി, റോസും ജമന്തിയും കൾട്ടിവേറ്റ് ചെയ്യാൻ, കൃഷി ചെയ്യാൻ എന്താണ്? ഇങ്ങനെ ഒരു പ്ലോട്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ഡിവൈഡ് ചെയ്ത പിക്ചർ താഴത്തെ കണ്ടില്ലേ. ക്വസ്റ്റ്യൻ എ, ചെണ്ടുമല്ലി ഈസ് കൾട്ടിവേറ്റഡ് ഇൻ എ സ്ക്വയർ പ്ലോട്ട് വിത്ത് സൈഡ് 12 meters. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ അല്ലെ. 2 സൈഡും 12 meters ആണ്. അപ്പോൾ അതിന്റെ ഏരിയ എന്താണ്? ചെണ്ടുമല്ലി കൾട്ടിവേറ്റ് ചെയ്യാനുള്ള ഈ സ്ക്വയറിന്റെ ഏരിയ ആണ് ചോദിച്ചത്. അപ്പോൾ ഏരിയ കാണാൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ 12 × 12 എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ ചെയ്താൽ 144 സ്ക്വയർ മീറ്റർ അല്ലെ. 144 സ്ക്വയർ മീറ്റർ. ഏരിയന്റെ യൂണിറ്റ് എന്താണ്? സ്ക്വയർ മീറ്റർ. SQM എന്ന് എഴുതുക, സ്ക്വയർ മീറ്റർ. ബി ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി റോസ് കൾട്ടിവേറ്റ് പ്ലോട്ട് ഇൻ മീറ്റേഴ്സ്. അപ്പോൾ റോട്ട് കൾട്ടിവേറ്റ് ചെയ്തതിന്റെ ലെങ്ത് കാണാനാണ് പറഞ്ഞത് മീറ്ററിൽ. ഇഫ് ഇറ്റ്സ് ഏരിയ ഈ 72 സ്ക്വയർ മീറ്റേഴ്സ് ഫൈൻഡ് ഇറ്റ്സ് വിഡ്ത്ത്. ഏരിയ തന്നിട്ടുണ്ട്, അതിന്റെ വിഡ്ത്തും എന്താണ്? ലെങ്ത്തും നമ്മൾ കാണണം. അപ്പോൾ ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളം അല്ലേ.
ടോട്ടൽ ലെങ്ത് ഈ നീളം എന്താണ് 21 ആണ് അല്ലെ 21 മീറ്റേഴ്സ് ആണ് ടോട്ടൽ ലെങ്ത് റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ഈ സ്ഥലത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെണ്ടുമല്ലി കൾട്ടിവേറ്റ് ചെയ്ത പ്ലേസ് 12 മീറ്റർ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടുന്ന് ബാക്കി എത്ര ഉണ്ടാവും 21 12 മൈനസ് ചെയ്താൽ ഇവിടുന്നുള്ള ഈ പോർഷൻസ് നമുക്ക് കിട്ടും അല്ലേ. ആകെ 21 ആണ്, ഇത്രയും പാർട്സ് 12 ആണ്. അപ്പോൾ ഈ 21 ആകെ ഉള്ളതെന്ന് ഈ ഭാഗം മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഭാഗം കിട്ടും. അപ്പോൾ ലെങ്ത് 21 മൈനസ് 12 എത്രയാണ് 9 മീറ്റർ എന്ന് കിട്ടും അല്ലേ. 9 മീറ്റർ ആണ് ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ. ഏരിയ എന്നാൽ L ഇൻറ്റു ബി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഏരിയ 72 സ്ക്വയർ മീറ്റർ ആണ് അല്ലേ. 72 സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് നമ്മൾ 9 ഇപ്പോൾ കണ്ടുപിടിച്ചു, 9 ഇൻറ്റു ബി ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ബ്രെഡ്ത്തിനോട് വെക്കുക, 9 ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ബ്രെഡ്ത്ത് ഇവിടെ കിട്ടിയില്ലേ അല്ലെ. ഇൻറ്റു 9 എന്നുള്ളത് ഈക്വൽ പാർട്ടിന്റെ ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നാവും. ഇൻറ്റു 9 ഈക്വൽ പാർട്സിന്റെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 9 എന്നാവും. അതായത് 72/9 എന്തായി ബ്രെഡ്ത്ത് കിട്ടി അല്ലേ. 72/9 അതായത് 72 എത്ര 9 ഉണ്ട് 8 ആണ്. അപ്പോൾ 8 മീറ്റർ എന്ന് കിട്ടി നമുക്ക് ബ്രെഡ്ത്ത്. നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഏരിയ വെർ ജമന്തി ഈസ് കൾട്ടിവേറ്റഡ്. ജമന്തി കൾട്ടിവേറ്റ് ചെയ്ത ഏരിയ കാണാൻ ഏരിയന്റെ ഇക്വേഷൻ എന്താണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് എത്രയാണ് 9 ആണല്ലേ, ലെങ്ത് 9 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ് അല്ലേ 8ന്റെ പകുതി ഇവിടെ വരെ 8 ആണ്, അപ്പോൾ ഇവിടെ 4 ആണ്. അപ്പോൾ എന്താണ് 9 ഇൻറ്റു 4 36 സ്ക്വയർ മീറ്റർ എന്ന് വരും ഏരിയ. ആക്ടിവിറ്റി 7 പെയർ ഓഫ് ലീവ്സ്. ലുക്ക് അറ്റ് ദി ലീവ്സ് ഓഫ് ദിസ് പ്ലാന്റ്, ഫൈൻഡ് ഔട്ട് ഈക്വൽ ഫ്രാക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. പെയറിനെ കണ്ടുപിടിക്കാൻ, ഈക്വൽ ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. 1/5 2/10 ഒരു പെയറാണ് അല്ലേ. ഇതിന് സെലക്ട് ചെയ്തിട്ട് പെയർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്, ജോഡികൾ ഉണ്ടാക്കാനാണ്. സെയിം ആയിട്ടുള്ളത്. അപ്പോൾ 1/5ന്റെ ഇതിനെ ഡബിൾ ആക്കിയാൽ എന്താണ് 2/10, ഇത് രണ്ടും ഈക്വൽ ആണ്. അതേപോലെയുള്ള പെയറുകൾ ഏതൊക്കെയാണ് 3/4 6/8 അല്ലേ. 3ന്റെ ഡബിൾ ആണ് 6 അല്ലേ, 4ന്റെ ഡബിൾ 8. 2 1/2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഉള്ളതിനെ ഇതുമായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ 2 × 2 + 1 എന്ന് പറയും. അപ്പോൾ 2 × 2 4 + 1 5 5/2 എന്ന് വരും. അപ്പോൾ 5/2 എന്നുള്ള പെയർ ഇതിലില്ലേ, അപ്പോൾ അത് രണ്ടും ജോഡികളാക്കി എഴുതുക. ദെൻ 2 1/3 എന്നുള്ള പെയർ എങ്ങനെ വരും, അപ്പോൾ 2 1/3 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതാ ആഡ് ചെയ്യുക. അപ്പോൾ 2 × 3 + 1 2 3 6 + 1 7/3 7/3 എന്ന് വരും. ആ ജോഡി രണ്ടും സെലക്ട് ചെയ്തിട്ട് എഴുതുക. ദെൻ 1/3 അല്ലേ, 1/3 ഉള്ളതിനെ അതിനെ ഡബിൾ ആക്കി എഴുതാം അല്ലേ. 2/6 എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് പെയർ ആക്കുക. 6/3 ഉണ്ട് അല്ലേ. 6/3 എത്രയാണ് 6ൽ എത്ര 3 ഉണ്ട് 2 ആണല്ലേ, 2 ആണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ 2 മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിലെ വിഷയങ്ങളും എൻ്റെ ചാനൽ നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.